കുറച്ചു നേരം ആലോചിച്ചു. അപ്പൊ കാക്കയ്ക്കൊരു ബുദ്ധി തോന്നി. ഞാൻ ഈ കുടത്തിൽ കുറച്ച് കല്ല് പെറുക്കിയിട്ടാൽ ഇതിലെ വെള്ളം മേലേക്ക് പൊന്തി വരും, എളുപ്പത്തിൽ ഒളിക്കാൻ സാധിക്കും. അങ്ങനെ കാക്ക കുറച്ച് കല്ലെടുത്തിട്ടപ്പോൾ കുറച്ച് കൂടിയെങ്കിലും കാക്കയ്ക്ക് വെള്ളം കുടിക്കാൻ സാധിച്ചില്ല. അങ്ങനെ കാക്ക കുറച്ചും കൂടെ കല്ലെടുത്തിട്ടപ്പോൾ കാക്കയ്ക്ക് വെള്ളം കുടിക്കാൻ സാധിച്ചു. ഈ കഥയിൽ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? അവസരത്തിനൊത്ത് ചിന്തിച്ചാൽ ഏത് പ്രതിസന്ധിയെ നമുക്ക് തരണം ചെയ്യാം. എന്റെ കഥയുടെ പേരാണ് ചുണ്ടലിക്ക് പറ്റിയ അമളി. ഒരിക്കൽ ഒരു ചുണ്ടലി ആഹാരം തേടി നടക്കുകയായിരുന്നു. അവൻ അവിടെ എല്ലാം ചുറ്റി നടന്നു നോക്കി. രക്ഷപ്പെട്ടു. അവൻ കുട്ടനിറയെ നെല്ലിരിക്കുന്ന അവൻ കണ്ടു. ഇനി അടുത്ത് ഒരു കുഞ്ഞെലിയുടെ കഥയാ. കേൾക്കണോ? അപ്പൊ കുഞ്ഞെലിയുടെ കൂടെ ഒരു സിംഹമുണ്ട്. ആരാ സിംഹം? സിംഹാരാ? കാട്ടിലെ രാജാവാണല്ലേ. അപ്പൊ സിംഹവും കുഞ്ഞെലിയും. അവൻ ഒരു ദിവസം തത്തമ്മ തീറ്റ തേടി പറന്നു പോയി. കുഞ്ഞുതത്ത എടുത്ത് തത്തമ്മ പറഞ്ഞിട്ട് പോയി, മോളെ നീയും ഈ പുറത്തിറങ്ങല്, മൊത്തം ചുറ്റും ശത്രുക്കളാണെന്ന് പറഞ്ഞിട്ട് തീറ്റ തേടി പോയി. അതൊന്നും കേൾക്കാതെ കുഞ്ഞുതത്ത പറന്ന് പുറത്തിറങ്ങി. കുഞ്ഞുതത്ത സന്തോഷത്തോടെ തുള്ളിച്ചാടി കളിച്ചു. ഇതെല്ലാം കണ്ടൊരു കുന്നൻ പൂച്ച പതുങ്ങിയിരിപ്പുണ്ടായിരുന്നു. കുഞ്ഞുതത്തയുടെ നേരെ കുന്നൻ പൂച്ച പതുങ്ങി വന്ന് കുഞ്ഞുതത്തയുടെ മേലിൽ ചാടി വീണു. കുഞ്ഞുതത്ത പേടിച്ച് വിറച്ച് കരഞ്ഞു അമ്മേ അമ്മേന്ന് നിലവിളിച്ചു. ആ നിലവിളി കേട്ട് തത്തമ്മ പറന്നു വന്ന് കുന്നൻ പൂച്ചയെ കൊത്തി ഓട്ടിച്ചു. കുന്നൻ പൂച്ച കൊത്തി ഓട്ടിച്ചു. പേടിച്ച് വിറച്ചിരുന്ന കുഞ്ഞുതത്ത അമ്മയെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, അമ്മേ നീ ഞാൻ അനുസരണക്കേടൊന്നും കാണിക്കില്ലെന്ന് പറഞ്ഞു. ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായ കൂട്ടുകാരെ? മുതിർന്നവർ പറയുന്നത് അനുസരിക്കണം. എല്ലാവർക്കും നമസ്കാരം. ആണ് പറയാൻ പോകുന്ന കഥയുടെ പേര് സിംഹവും കൊച്ചെലിയും. ഒരു ദിവസം ഒരു കാട്ടിൽ സിംഹം ഉണ്ടായിരുന്നു. സിംഹം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു. അപ്പോൾ സിംഹം ഗുഹയിൽ കിടന്നുറങ്ങി. അപ്പ കുഞ്ഞിന് സിംഹത്തിന്റെ പുറത്തു ചാടി കളിച്ചു. അപ്പോൾ സിംഹം ഞെട്ടി ഉണർന്നു. സിംഹം പറഞ്ഞു, ആരാണ് എന്നെ പുറത്ത് തുള്ളി കളിച്ച്? അപ്പം എലി പേടിച്ചു പോയി. പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാനലക കൊള്ള കുഞ്ഞ് നിന്നിട്ടം തള്ള പാട്. എന്നാലും ഞാൻ അങ്ങോട്ടേക്കില്ലേ പോയി മാനം നോക്കി സഞ്ചാരം. അയ്യോ പ്രാവേ പോവരുത്, പയ്യും താവും ഉണ്ടാവേ. വേനൽക്കാലം ഉച്ചയ്ക്ക് മാനം നോക്കി സഞ്ചാരം. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായി പ്രീ പ്രൈമറി കുട്ടികളുടെ ഭാഷാശേഷി വികസിപ്പിക്കുന്നതിന് വേണ്ടി SSK വഴി നടത്തുന്ന ഒരു പ്രോജക്റ്റാണ് കഥോത്സവം. ഇങ്ങനെ 10 ഉത്സവങ്ങളാണ് ഈ വർഷം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിലെ ഒന്നാമത്തേതാണ് കഥോത്സവം. ഭയചകിതമെന്നെ സഭാകമ്പം കൂടാതെ വേദിയെ അഭിമുഖീകരിക്കുക, നല്ല ഭാഷ കേൾക്കുക, നല്ല ഭാഷ പറയുക, ഭാഷ സ്വായത്തമാക്കുക എന്ന ഉദ്ദേശമാണ് ഇതിന് പിന്നിലുള്ളത്. അപ്പം കുട്ടികളുടെ എല്ലാ സഭാകമ്പവും മാറി നല്ല രീതിയിൽ അവർ കഥ പറയും. കഥകളെന്ന് പറയുന്നത് തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ഈ കഥകൾ നമ്മുടെ കുഞ്ഞു കുട്ടികളിൽ എത്തിക്കുക. അപ്പോൾ വീട്ടിൽ അണുകുടുംബ വ്യവസ്ഥിതിയിലായപ്പോഴും മുത്തശ്ശനും മുത്തശ്ശിയൊന്നും ഇല്ലാത്ത അവസരത്തിൽ കഥകൾ കേൾക്കാനുള്ള കുട്ടികളുടെ അവസരങ്ങൾ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഒരു പ്രതിവിധി എന്നോണം നമ്മുടെ
സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണിത്. അപ്പോൾ സംസ്ഥാനത്തെ എല്ലാ പൊതുവിദ്യാലയങ്ങളിലെയും പ്രീ പ്രൈമറി സ്കൂളുകളിൽ ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായാണ് ഇന്ന് നമ്മുടെ ടൗൺ UPSൽ ഈ കഥോത്സവം നടത്തുന്നത്. പ്രീ പ്രൈമറിയിൽ ഏകദേശം 132 കുട്ടികളാണ് നമുക്ക് അധ്യയനം നടത്തുന്നത്. ഈ 132 കുട്ടികളെ നമ്മൾ കഥകൾ പഠിപ്പിച്ചെടുത്തു. അപ്പോൾ അതൊരു വലിയ വിജയമാക്കി തീർക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ നഗരസഭയുടെ പ്രിയങ്കരിയായ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി വനജ രാജീവ് അവറുകളാണ്. അപ്പോൾ നമ്മുടെ സ്കൂളിന് വേണ്ട എല്ലാ പിന്തുണയും നൽകി നമ്മളോടൊപ്പം നിന്ന് നമ്മുടെ കുട്ടികളുടെ കഥോത്സവത്തിലും സമയം കണ്ടെത്തി വന്ന് പങ്കെടുത്ത് അത് ഉദ്ഘാടനം ചെയ്തു. അപ്പം എല്ലാ തരത്തിലും നഗരസഭയും SSKയും പൊതുവിദ്യാഭ്യാസ വകുപ്പും ഒക്കെ പിന്തുണ നൽകി പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് നമ്മുടെ ടൗൺ UP സ്കൂൾ. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.